അപ്പൊ അറിവില്ലായ്മയാണ് ഒരാളുടെ ഹൗഫിന്റെ കാരണം. അത് ഇബ്ലീസിൽ നിന്നാണ് ഹൗഫ് ഉണ്ടാകുന്നത്. ഇബ്ലീസിൽ നിന്നാണ് ഹൗഫ് ഉണ്ടാകുന്നത്. ഭയം തന്നെ വെച്ചോളൂ, നീ അതിന് ഇടങ്ങാറാക്കണ്ടങ്ങൾ. ഇബ്ലീസിന്റെ അജ്ഞതയിൽ നിന്നാണ് ഒരു മനുഷ്യന് ഭയമുണ്ടാകുന്നത്. ജ്ഞാനിയായ ഒരു മനുഷ്യന് ഭയം ഉണ്ടാവൂല. നമുക്ക് ഏത് വിഷയത്തിലും ഭയം ഉണ്ടാകുന്നത് എപ്പോഴാണ്? നിങ്ങൾ പറഞ്ഞോളി. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് ഒരു ഗുളികയുടെ സ്ലിപ്പ് കിട്ടി, ഞാനത് കഴിക്കാൻ ഭയമാണ്. ഇത് ഏതാണ് സംഗതി എന്ന് എനിക്കറിയില്ല. ഏത് വിഷയങ്ങളും നിങ്ങളെടുത്ത് ഞാനൊരു പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറഞ്ഞോന്നുള്ളൂ. നേരെ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാട്ടിൽ കിടക്കുന്ന ഉദാഹരണം തന്നെ പറഞ്ഞു. അവിടെ ഒന്നുമില്ല എന്നുള്ള അറിവ് നമുക്ക് കിട്ടിയാലോ? ആ കാട്ടിൽ ഒരു ജീവിജാലങ്ങളും ഒന്നുമില്ല, അത് വെറും കുറച്ച് മരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ജ്ഞാനം നമുക്ക് കിട്ടിയാലോ? പിന്നെ നമുക്ക് ഭയമല്ല. അപ്പൊ ഏതൊരു മനുഷ്യന്റെ ഹൗഫിന്റെയും ഉറവിടം ഏതാണ്? അജ്ഞതയാണ്. അത് നിങ്ങൾ ഇനി ഒന്നും കൂടി ഒഴിഞ്ഞിരുന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾക്കും ഭയം വരുന്നത് അജ്ഞതയാണ് നമ്മുടെ ഭയത്തിന്റെയും സങ്കടത്തിന്റെയും ദുഃഖത്തിന്റെയും ഒക്കെ മൂല കാരണം. ഇപ്പൊ നമുക്ക് സമ്പത്ത് കിട്ടിയില്ല എന്നുള്ള സങ്കടം വരുന്നത് എപ്പോഴാണ്? അജ്ഞതയാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തിനാ സമ്പത്ത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ബേജാറ് കഴിഞ്ഞു. ഈ സമ്പത്ത് മുഴുവൻ പെട്ടിക്ക് തിന്നാൻ കൊടുക്കണ എന്തിനാന്നുള്ള തിരിച്ചറിഞ്ഞാൽ കഴിഞ്ഞു അവന്റെ ഭയം. അത് അടുത്ത തലമുറക്ക് തോന്നിയാസം കാട്ടാനാണെന്ന് തിരിച്ചറിഞ്ഞാൽ കഴിഞ്ഞു. ഇത് എനിക്ക് കൊണ്ടാകാനൊന്നും അല്ല എന്നുള്ള തിരിച്ചറിവ് അവന്, ഈ സമ്പത്തിന്റെ മൂല്യം അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആ രംഗത്തുള്ള ഭയം കഴിഞ്ഞു. നമ്മൾ കുട്ടികൾക്ക് കായ് പെട്ടിയിൽ ഉണ്ടാക്കി കൊടുക്കണം എന്തിനാണ്? ഓർക്ക് തോന്നിയാസം. നേരെ മറിച്ച് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, സംസ്കാരം കൊടുക്കുക. ജീവിക്കാൻ ഈ വിഭവങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, മക്കളെ കണ്ടുപിടിച്ചോളെന്ന് പറയാം. അലസന്മാരാക്കാതിരിക്കുക. നേരെ മറിച്ച് നമ്മൾ പെട്ടിയിൽ 10 കോടി വെച്ചുകൊണ്ട് ഓരോ അലസന്മാരാവുകയെ. ഓർക്ക് സുഖമാണ്, അത് ജോലി അടിച്ച് നടക്കാനുള്ളൂ. ഈ കാക്കാക്ക് കൊണ്ടാകാനോ ഒന്നുമില്ലാന്ന് മൂപ്പർക്ക് എങ്ങനെ വന്നത് ഇതേപോലെ തന്നെ പോകാനുള്ളൂ. അതിന്റെ ഇടയിൽ ജീവിക്കാൻ ഒരു ദിവസം 100, 200, 500 കൂട്ടിയാൽ ടോട്ടൽ ഇവന്റെ ജീവിക്കുന്ന ദിവസത്തെയും കൂട്ടി ഗുണിച്ചു നോക്കിയാൽ അധിക പൈസ ഒന്നും വേണ്ട ഇവിടെ ജീവിക്കാൻ. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു സംഗതി. ആ രംഗത്തുള്ള ഭയം കഴിഞ്ഞു. അപ്പൊ ഈ ബേജാറുകള്, ഈ വിഷമങ്ങള്, ഈ സങ്കടങ്ങള്, ഈ അലട്ടലുകളൊക്കെ ഏതൊരു മേഖലയിലാണോ തനിക്ക് അറിവില്ലായ്മ വരുന്നത് അവിടെ ഇവിടെ അവന് സങ്കടങ്ങളായി, ദുഃഖങ്ങളായി, ബേജാറുകളായി. ആ അറിവിന്റെ മൂല്യത്തെ അവന് തിരിച്ചറിയുകയായി. അവർക്ക് അതിന്റെ മൂല്യത്തെ അവർ തിരിച്ചറിയും. ഈ അറിവ് തന്നെ സംരക്ഷിക്കാനുള്ള കവചമാണെന്ന് അവന് തിരിച്ചറിയാൻ കഴിയും. അവർക്ക് പിന്നെ ഭയക്കേണ്ടതില്ല. അവർക്ക് പിന്നെ ഭയത്തിന്റെ പ്രശ്നമല്ല. മറ്റത് എനിക്കൊക്കെ വേറൊരു സംഗതിയാണ് നിങ്ങളോട് പറയാൻ എനിക്ക് അവകാശമല്ല. സത്യത്തിൽ എല്ലാവർക്കും സത്യത്തിൽ ഭയക്കാനൊന്നുമില്ല. ഭയന്ന ഒരു ദിവസം നേരത്തെ പോകുന്നല്ലാതെ ഒരു കാര്യമില്ല. പ്രശ്നത്തിന് പരിഹാരമല്ലാതെ ടെൻഷൻ മനുഷ്യന്റെ ആയുസ് കുറക്കുന്നല്ലാതെ അത് അവന്റെ ജീവിതത്തിന്റെ പരിഹാരമല്ല. ഇവന് എന്തേ ഉള്ളൂ എന്ന് ഇവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് നബഉൽ അലീമാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ മഹത്തായ സന്ദേശം. അതാണ് നബഉൽ അലീം. അമ്മ യതസാഅലൂന അനിൻ നബഇൽ നബഉൽ മഹത്തായ സന്ദേശം അതാണ്. ഞാൻ ആരാണെന്നും ഞാൻ എന്തിനാണെന്നും ഈ അറിവ് ഒരാൾക്ക് കിട്ടിയോ അവന് നബഉൽ അലീം കിട്ടി. അതിനെക്കുറിച്ചാണ് ഇവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കിട്ടുന്നില്ല. ഞാൻ ആരാണ്? ഹൂ ആയാം, ഞാൻ ആരാണ്? ഞാൻ എന്തിനാണുള്ളത് ഇവിടെ? ഈ 2 ചോദ്യങ്ങൾക്ക് ഒരാൾക്ക് ഉത്തരം കിട്ടിയാൽ അവന് നബഉൽ അലീം കിട്ടി. അതാണ് ഈ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്ദേശം. നബഉൽ അലീം, മഹത്തായ സന്ദേശം. ഇതിലും വലിയൊരു സന്ദേശം ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ കിട്ടാനില്ല. ഞാൻ ആരാണ് ഞാൻ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്? ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ പേടി പോയി. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കി തീർക്കുന്ന അങ്കലാപ്പുകളാണ്. അതിനെക്കുറിച്ചാണ് മനുഷ്യൻ വെറുതെ ചോദിച്ചു നടക്കുന്നത്. അമ്മ യതസാഅലൂന അനിൻ നബഇൽ അലീം. അതിനെക്കുറിച്ചാണ് ഇവന്റെ അന്വേഷണം. ഞാൻ ഞാൻ ഒന്നുമല്ല. ഈ ഭൂമിയിൽ നിന്ന് കുറെ പദാർത്ഥങ്ങളുടെ ചേരുവയിൽ നിന്നുണ്ടായ ഒരു വസ്തുവാണ് ഞാൻ. എന്റെ ഈ ബോഡി ആ ഭൂമിയിലെ ചേരുവകളിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ളതാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാവരിലും കുടികൊള്ളുന്ന നെഫ്റ്റെന്തോ അത് തന്നെയാണ് എന്റേതും. അതെവിടേക്ക് വന്നു അവിടേക്ക് തന്നെ അത് തിരിച്ചു പോകും. ഇത്രയേ ഉള്ളൂ അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവന്റെ ഭൂമിയിലെ